നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി സർക്കാർ വീണ്ടും ഒരു ഉടക്കിലേക്ക് അല്ലെങ്കിൽ അസ്വാരസ്യങ്ങളിലേക്ക് കടക്കുകയാണ് എന്നതിനുള്ള ഒരു പെരുമ്പറ മുഴക്കമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. നമ്മൾ രാജ്ഭവനിൽ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. കൃഷിമന്ത്രി പി പ്രസാദ് അവിടുത്തെ ഒരു പരിപാടി ബഹിഷ്കരിക്കുന്നത്, ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു. ആവശ്യം രാജ്ഭവൻ നിരാകരിക്കുന്നു. പിന്നാലെ അദ്ദേഹം ആ പരിപാടി ബഹിഷ്കരിച്ചു പോകുന്നു. അതിനെ ചുറ്റി ഇപ്പോൾ ആ ഒരു വിഷയത്തെ സംബന്ധിച്ചിപ്പോൾ എല്ലാ നേതാക്കന്മാരും പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിർണായകമായൊരു നീക്കമുണ്ടായിരിക്കുന്നു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് പരാതി നൽകി CPI. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും CPIയുടെ രാജ്യസഭാ MP സന്തോഷ് കുമാർ P രാഷ്ട്രപതിക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണറുടെ അധികാരം തുടർച്ചയായി ദുരുപയോഗം ചെയ്യപ്പെടുന്നതിൽ ഗുരുതരമായ ആശങ്ക രേഖപ്പെടുത്താനാണ് രാഷ്ട്രപതിക്ക് പരാതി നൽകുന്നതെന്ന് സന്തോഷ് കുമാർ MP ചൂണ്ടിക്കാണിച്ചു. രാജ്ഭവനിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട കേരള ഗവർണറുടെ പെരുമാറ്റം പരാതിയിൽ വിശദീകരിച്ചിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുമായി കൂടിയാലോചിക്കാതെ ഭാരതമാതായുടെ ഒരു പ്രത്യേക പതിപ്പ് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ചത് സംസ്ഥാന കൃഷിമന്ത്രി പി പ്രസാദിനെ പരിപാടി ബഹിഷ്കരിക്കാൻ നിർബന്ധിതനാക്കുകയായിരുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ ആവർത്തിച്ച് രാഷ്ട്രീയ ഏജന്റുമാരായി പ്രവർത്തിച്ചിരുന്നുവെന്നും രാജ്ഭവനുകളെ RSSന്റെ പ്രത്യയശാസ്ത്ര കേന്ദ്രങ്ങളാക്കി മാറ്റുകയും ഭരണഘടനാ മാനദണ്ഡങ്ങൾ, ഫെഡറൽ തത്വങ്ങൾ, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ തീരുമാനങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു രീതിക്ക് നാം സാക്ഷ്യം വഹിക്കുന്നുവെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം നടപടികൾ വളരെയധികം അസ്വസ്ഥത ഉളവാക്കുന്നതും ഗവർണർ പദവിക്ക് നൽകിയിരിക്കുന്ന ഭരണഘടനാ പരിധികളുടെ കടുത്ത ലംഘനത്തിന് തുല്യവുമാണെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയമോ വിഭാഗീയമോ ആയ ആവശ്യങ്ങൾക്കായി ദേശീയ ചിഹ്നങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിലൂടെ 1950 ചിഹ്നങ്ങളും പേരുകളും നിയമത്തെയും 1971 ദേശീയ ബഹുമതി അപമാനിക്കൽ തടയൽ നിയമത്തെയും ലംഘിക്കുന്നുവെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്വദേശി പ്രസ്ഥാനകാലത്ത് അബനീന്ദ്രനാഥ് ടാഗോർ കൊളോണിയൽ വിരുദ്ധ പ്രതിരോധത്തിന്റെ ഏകീകൃത ചിഹ്നമായി വിഭാവനം ചെയ്ത ഭാരത് മാതായുടെ ഛായാചിത്രം സമീപകാലത്ത് വിഭജന രാഷ്ട്രീയത്തിന് കുപ്രസിദ്ധമായ ഒരു സംഘടന ഇതിന് മാറ്റം വരുത്തുകയും ആയുധമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. വിവാദപരമായ അത്തരം ചിഹ്നങ്ങൾ ഇപ്പോൾ ഔദ്യോഗിക ചടങ്ങുകളിലും പൊതുസ്ഥാപനങ്ങളിലും അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ല. ഇത് നമ്മുടെ സമൂഹത്തെ കൂടുതൽ ധ്രുവീകരിക്കുന്നുവെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഗവർണർക്കെതിരെ ഒരു പരാതി ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ, അതായത് പുതിയ ഗവർണർ സ്ഥാനമേറ്റതിനു ശേഷം അദ്ദേഹത്തിനെതിരെ ഒരു നീക്കം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. സഹകരണ ഫെഡറലിസം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ മാർഗനിർദ്ദേശ തത്വമായിരിക്കേണ്ട ഒരു സമയത്ത് ഗവർണർമാരുടെ ഇത്തരം പ്രകോപനങ്ങൾ പൊതുജന വിശ്വാസം ഇല്ലാതാക്കുന്നുവെന്നും അവർ വഹിക്കുന്ന ഓഫീസിന് കളങ്കം വരുത്തുകയും ചെയ്യുന്നുവെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രവണത ഗൗരവമായി കാണാനും ഗവർണർമാർ അവരുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം ലംഘിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും പരാതിയിൽ രാഷ്ട്രപതിയോട് അപേക്ഷിക്കുന്നുണ്ട്. കേരള ഗവർണർ പക്ഷപാതപരവും ഭരണഘടനാ വിരുദ്ധവുമായ രീതിയിൽ പരസ്യമായി പ്രവർത്തിച്ചുകൊണ്ട് ഓഫീസിന്റെ അന്തസ്സിനെ കുറച്ചു കാണിക്കുകയാണെന്നും അതിനാൽ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണമെന്നുമാണ് പരാതിയിൽ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിഷയത്തിൽ രാഷ്ട്രപതിയുടെ അടിയന്തര ഇടപെടൽ അനിവാര്യമാണെന്നും സന്തോഷ് കുമാർ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം തിരികൊളുത്തപ്പെട്ട ഒരു വലിയ രീതിയിലുള്ള ഒരു വിവാദം, അതായത് രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാചരണം ഒഴിവാക്കി കൃഷിമന്ത്രി പി പ്രസാദ് അദ്ദേഹം വേദിയിൽ ഭാരതമാതാവിന്റെ ചിത്രം വച്ചതിനെ ചൊല്ലിയുള്ള തർക്കമാണ്. ഇത്തരത്തിലൊരു ഭാരതമാതാവിന്റെ ചിത്രം അവിടെ നിന്ന് മാറ്റണമെന്ന് മന്ത്രി ആവശ്യപ്പെടുന്നു. മാറ്റില്ല എന്ന് രാജ്ഭവൻ പറയുന്നു. പിന്നാലെ അദ്ദേഹം ഈ ഒരു ചടങ്ങിൽ നിന്നും അദ്ദേഹം പിന്മാറുന്നു. ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് തെളിയിച്ച് പുഷ്പാർച്ചന നടത്തിയാണ് കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ പരിപാടി നടന്നത്. എന്നാൽ പരിസ്ഥിതി ദിനാചരണം സർക്കാർ പരിപാടിയായതിനാൽ ചിത്രം മാറ്റണമെന്നായിരുന്നു കൃഷി വകുപ്പ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഗവർണർ ആവശ്യം അംഗീകരിച്ചില്ല. ഇതോടെയാണ് പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് മന്ത്രി എത്തിയത്. പിന്നാലെ സ്വന്തം നിലയ്ക്ക് പരിപാടി നടത്തുമെന്ന് രാജ്ഭവന് നിലപാട് സ്വീകരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനതല പരിപാടിയുടെ ഉദ്ഘാടനം രാജ്ഭവനിലാണ് നിശ്ചയിച്ചിരുന്നത്. പരിപാടിയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ രാജ്ഭവനിൽ എത്തിയപ്പോഴാണ് സെൻട്രൽ ഹാളിന്റെ വേദിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചിരിക്കുന്നത് കണ്ടത്.
കണ്ടത്. പുതിയ ഗവർണർ വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ അവിടെ ചിത്രം വെച്ചത്. സർക്കാർ പരിപാടിയിൽ ഇത്തരത്തിൽ ചിത്രം വയ്ക്കുന്നത് ശരിയല്ലെന്ന് കൃഷി വകുപ്പ് പിന്നീട് രാജ്ഭവനെ അറിയിച്ചു. എന്നാൽ ചിത്രം മാറ്റാൻ കഴിയില്ല എന്നായിരുന്നു ഗവർണറുടെ നിലപാട്. ഇതാണ് ഇപ്പോൾ രണ്ട് തട്ടിൽ ആകാൻ കാരണമായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പല ഭാഗത്തു നിന്നും. അനുകൂലിച്ചും പ്രതികൂലിച്ചും നേതാക്കന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ പരിപാടിയിൽ നിന്ന് കൃഷിമന്ത്രി ഒഴിവായതോടെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിലേക്ക് സർക്കാർ പരിപാടി മാറ്റി. മന്ത്രി പി പ്രശാന്ത് MLA, കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കൃഷി വകുപ്പ് ഡയറക്ടർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു രാജ്ഭവനിൽ നടക്കാനിരുന്നത്. ഗവർണർക്ക് ചടങ്ങിൽ പച്ചക്കറി അടക്കം കൈമാറുന്ന പരിപാടിയായിരുന്നു നടത്താൻ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഈ പ്രശ്നങ്ങൾക്ക് പിന്നാലെ എല്ലാം താറുമാറാകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. അതേസമയം ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ ആവശ്യപ്പെട്ട ഈ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ബഹിഷ്കരണത്തിലൂടെ ഭാരതാംബയെ RSSന് വിട്ടുകൊടുക്കുകയല്ലേ ചെയ്തതെന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്ന ചോദ്യം. രാജ്ഭവനിലെ പരിസ്ഥിതി പരിപാടിയിൽ നിന്ന് കൃഷിമന്ത്രി വിട്ടുനിന്ന സംഭവം ഓരോരുത്തരുടെ മനസ്ഥിതിയാണെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. മാത്രമല്ല, നിലമ്പൂരിനെ കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും കേന്ദ്ര സഹമന്ത്രി പ്രതികരിച്ചത് ഇപ്രകാരമാണ്: BJP നിലമ്പൂരിൽ പ്രചാരണത്തിൽ പുറകിലല്ല, തുടങ്ങിയതല്ലേ ഉള്ളൂ, തുടക്കത്തിലല്ലോ കൊട്ടിക്കലാശം എന്നായിരുന്നു സുരേഷ് ഗോപി പ്രതികരിച്ചത്. തിരഞ്ഞെടുപ്പിൽ BJPയുടെ നില മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതല്ല പ്രധാനം, നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിക്കേണ്ട തിരഞ്ഞെടുപ്പാണിതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഈ വിഷയത്തിൽ മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചത് ഇപ്രകാരമാണ്: ഭാരതാംബ വിവാദത്തിൽ ഗവർണർക്കെതിരെ വിമർശിച്ച് മന്ത്രി V ശിവൻകുട്ടി, ഗവർണർ തെറ്റ് തിരുത്തുകയാണ് വേണ്ടതെന്നും അതിന് പകരം കേരളത്തെ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്നും ശിവൻകുട്ടി ആരോപിച്ചു. പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടക്കുന്നുവെന്ന ആരോപണവും മന്ത്രി ഉന്നയിച്ചു. അവധി പ്രഖ്യാപിക്കുന്നതിൽ സർക്കാരിന് ഒരു വിമുഖതയും ഇല്ലെന്നും മറ്റാരേക്കാളും സർക്കാരിന് താല്പര്യമുള്ള വിഷയമാണെന്നും മന്ത്രി വ്യക്തമാക്കി. നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം പരാജയം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. അതുകൊണ്ട് പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്നും അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്നതാണ് അവസ്ഥയെന്നും മന്ത്രി V ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. എന്തായാലും ഈ ഒരു ഭാരതാംബയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാരും അതുപോലെ തന്നെ രാജ്ഭവനും രണ്ട് തട്ടിലായിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താണ് എന്നതടക്കമുള്ള ഒരു നിർണായക കാര്യമാണ് ഇനി അറിയാനുള്ളത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഈ രാജ്ഭവനിൽ RSSന്റെ ഒരു നേതാവ് വന്ന് പ്രസംഗം നടത്തിയതിനെ മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. ഈ രാജ്ഭവനിൽ അത്തരത്തിലുള്ള പരിപാടി ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായത്. ഇപ്പോൾ ഈ ഭാരതാംബയുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ എന്താണ് മുഖ്യമന്ത്രി പ്രതികരിക്കാൻ പോകുന്നത് എന്നാണ് ഇവർ മുറ്റിനോക്കുന്നത്. പ്രത്യേകിച്ച് ഈ പുതിയ ഗവർണർ വന്നതോടെ ഈ ഗവർണറുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകണം എന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ഗവർണറും അതേ നിലപാടാണ് മുന്നോട്ട് വെച്ചത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഒന്നിച്ച് സഹകരിച്ചു ഒന്നിച്ച് മുന്നേറണം എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ എതിർക്കേണ്ടടുത്ത് എതിർത്തും ഈ ഒരു നിസ്സഹരണം കാണിക്കേണ്ടടുത്ത് നിസ്സഹരണം കാണിച്ചുമൊക്കെയാണ് ഈ പുതിയ ഗവർണർ ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ അത് അദ്ദേഹം സർക്കാർ ആവശ്യപ്പെടുന്നു ചിത്രം മാറ്റണമെന്ന്, പക്ഷെ മാറ്റില്ല എന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു. അങ്ങനെ തീർച്ചയായിട്ടും ഈ ചില കാര്യങ്ങളിലൊക്കെ സർക്കാരിനെ എതിർത്ത് തന്നെയാണ് പുതിയ ഗവർണറുമായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയം ഒരു രാജ്ഭവൻ സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഗവർണർ പോരാട്ടത്തിലേക്ക് കടക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ മുൻ ഗവർണറുമായിട്ട് സർക്കാർ ഉടക്കിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് അന്നത്തെ ഗവർണറുമായി ഉടക്കിയത് സർവകലാശാല VC നിയമനം ഈ പ്രശ്നങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഗവർണറുമായി മിക്കപ്പോഴും മുടക്കിയിരിക്കുന്നത് RSSമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളാണ്. എന്തായാലും പുതിയ വിഷയം ഏത് രീതിയിൽ അവസാനിക്കും എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.